വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. അപ്പൊ ആ സന്തോഷം എന്റെ മുഖത്ത് കാണുന്നത് നിങ്ങൾ എന്റെ മുഖത്തിന് വി ഷേപ്പ് താഴെ ചിൻലൈനിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ജെർമോനും ഡാഡയും ഹായ് പറഞ്ഞു. പക്ഷെ എന്റെ ക്യാമറ പിടിക്കുന്നതിന്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ട് രണ്ടുപേരുടെയും തല കട്ടായി പോയി ഗൈസ്. നമ്മളപ്പോ ഇന്ന് പോകുന്നത് ഫാമിലി സമേതം ഒരു ലഞ്ച് ഡേറ്റിനാണ്. എവിടെയാണ് പോകുന്നതെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ചെരുപ്പ് ഒന്ന് തപ്പിയെടുക്കാനായിട്ട് ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് പാടാണ്. കാരണം എനിക്ക് കളക്ഷൻ ഓഫ് ഷൂസ് കൂടുതലാണെന്ന് നിങ്ങൾ വിചാരിക്കും. നെവർ. നമ്മുടെ പുറത്തെ പിള്ളേർ നമ്മുടെ ഈനുകൂട്ടനും കൂടെ കളിക്കുന്നത് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ചെരുപ്പ് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു ചെരുപ്പ് ഇവിടെയാണെങ്കിൽ മറ്റേ ചെരുപ്പ് ചിലപ്പോൾ റൂമിനകത്തോ അല്ലെങ്കിൽ കബേർഡിന് മുകളിലോ അല്ലെങ്കിൽ ആ ഫയർ എക്സ്റ്റിങ്വിഷറിന്റെ മണ്ടയ്ക്കോ ആയിരിക്കും. അപ്പൊ അവിടുന്ന് ഓരോ ചെരുപ്പൊക്കെ ആയിട്ട് തപ്പിപ്പിടിച്ചെടുത്ത് നമ്മൾ ലിഫ്റ്റിലോട്ട് കയറി. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓ മൈ ഗോഡ്, ദ ഇമ്പോർട്ടന്റ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ എടുക്കാൻ മറന്നു. ദ ഗിയർ ഓഫ് ഈനു. അതപ്പം എടുക്കണമല്ലോ. പാമ്പർ, ഡ്രസ്സ്, അവന്റെ പാലും കുപ്പി, പിന്നെ വെള്ളം. ആസ് എ മോം വെരി ഇമ്പോർട്ടന്റ് തിങ്സ് ആണത്. അപ്പൊ പെട്ടെന്ന് അത് ഓർത്ത് അവരെല്ലാവരും താഴോട്ട് വിട്ടിട്ട് ഞാനും ഡാഡയും കൂടെ അത് എടുക്കാനായിട്ട് പോയി. അവന്റെ ബാഗെല്ലാം പിക്ക് ചെയ്ത് കഴിഞ്ഞ് ഡാഡ എപ്പോഴും എനിക്ക് കട്ട സപ്പോർട്ടാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഡാഡ ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന് മുഖത്ത് നമുക്ക് തോന്നും. അല്ല, ആൾക്ക് എവിടോട്ട് നോക്കണം എന്ന് അറിയത്തില്ലായിരുന്നു ക്യാമറയിൽ. അപ്പൊ എന്നോട് ചോദിച്ച് പഠിച്ച് ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു അപ്പനെ ഞാൻ കണ്ടിട്ടില്ല. ആള് ഹായ് പറഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മുടെ ബെല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണ് എന്റെ കാർ ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്റെ കാർ ഷോ ഓഫ് ചെയ്യുവാന്ന്. ആദ്യമേ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറാനാണ് പോയത്. പിന്നീടാണ് മനസ്സിലായി അവിടെ ഓൾറെഡി എന്റെ ഡ്രൈവർ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ചുറ്റിക്കറങ്ങി അപ്പുറത്ത് ചെന്നതാണ് കേട്ടോ. അല്ലാണ്ട് കാർ ഷോ ഓഫ് ചെയ്ത് കാണിച്ചതല്ലേ. അപ്പൊ നമ്മൾ ഇനി അടുത്തത് വണ്ടിയിലോട്ട് ചെന്നത് ഞാനും അച്ഛനും കൂടെ ആണല്ലോ. അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ചെരുപ്പ് നല്ലതല്ല എന്ന് പറഞ്ഞാൽ ആൾ അത് എടുക്കാൻ പോയി. പിന്നെ അച്ചുകുട്ടിയാണെങ്കിൽ അവൾക്ക് ഇന്ന് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പം അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കണമായിരുന്നു. അപ്പം അവരെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ മൂന്നുകൂടെ പോയി. ഞങ്ങൾ ജസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്തും അക്രോസ് റോഡാട്ടോ താമസിക്കുന്നത്. അപ്പൊ ഈ കൂട്ടരൊരു ഡാൻസ് കളിക്കാനായിട്ട് മൂഡ്. അന്നേരം ഞാൻ അവനെ സമ്മതിക്കാത്തത് കൊണ്ട് അവൻ എനിക്ക് 2 തന്നെങ്കിലും പിന്നെ ഷോയി ഒക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും പാമ്പർ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അവന് ഭയങ്കര കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളന് കഞ്ഞി വെച്ചവനാണ് ഇവൻ. അവൻ ആദ്യമേ എനിക്ക് ഉമ്മ തരും, അത് കഴിഞ്ഞ് ഡാഡയ്ക്ക് ഉമ്മ തരും. ഡാഡ ഉമ്മ ചോദിക്കും, ആദ്യം എന്നെ വന്ന് ഉമ്മ തന്നിട്ട് അവനിങ്ങനെ ഒട്ടക്കണ്ണം കൊണ്ട് നോക്കും ഡാഡ എന്തെങ്കിലും പറയുന്നുണ്ടോ. ഇപ്പൊ എന്നെ പാമ്പർ ചെയ്യുന്നതാണ്. ഇപ്പൊ കണ്ടോടെ ഡാഡയുടെ അടുത്തോട്ട് പോകുന്നത്. അവനൊരു സത്യം പറഞ്ഞ ഒരു ഡാഡ ബേബിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ആ സൈഡ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് സാത്തർ റെസ്റ്റോറന്റിലാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും 2 ഓപ്ഷൻസ് അവർ നമുക്ക് തന്നു. ഒന്നെങ്കിൽ താഴത്തെ ഫ്ലോറിൽ ഇരിക്കാം ആസ് എൻ അലാക്കാർട്ട്, അല്ലെങ്കിൽ മേളിലോട്ട് പോകാം ബുഫേ കഴിക്കാൻ. അപ്പൊ നമ്മൾ ബുഫേ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ബിരിയാണി ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇത് ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്റെ അനിയത്തി തന്നെ ഷൂട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ആൾ അത് എടുത്തു തന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ഒരു ക്ലിപ്പ് കാണാൻ പറ്റി. ഈ വെള്ളപ്പൊക്കത്തിൽ കാല് നനയാണ് ഇപ്പം പൊക്കിക്കൊണ്ട് പോകുന്നത്. അത് തട്ടി വീഴണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അല്ലാണ്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ല. എനി ഹൗസ് ചളിയ പാർട്സ്. പോകുന്ന വഴിക്ക് അവൾ എന്ത് ചെയ്യുന്നൊന്ന് തിരിഞ്ഞു നോക്കിയത് മറിഞ്ഞടിച്ച് ഇപ്പം നിലത്ത് കിടന്നേനെ. എനിവേസ്, അവിടെ ഒരു സീറ്റൊക്കെ സെറ്റായി കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അവരുടെ ടേബിൾ ടോപ്പിൽ അവരൊരു ന്യൂസ് പേപ്പർ പോലെ ഒരു ഇതിട്ടിട്ടുണ്ട്. അത് ന്യൂസ് പേപ്പർ അല്ല, അവരുടെ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഡേ. അപ്പൊ ഇത്രയും സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് ബിരിയാണീസ് ഉണ്ടായിരുന്നു. നെയ്ച്ചോറ് ഉണ്ടായിരുന്നു, ബീഫ് പള്ളിപ്പാളയം ഉണ്ടായിരുന്നു, പിന്നെ 65 ഉണ്ടായിരുന്നു, പായസം, ഐസ്ക്രീം, അങ്ങനെ ഒരു ലൗഡ് ആയിട്ടുള്ള ഒരു മെനു ബഫറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വെജിറ്റേറിയൻസിന് മാംഗോ റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹലാക്കാട്ട് ചൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ബുഫറ്റ് ആണെങ്കിൽ ഫ്രൈഡേസിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. അവർക്ക് ഉണ്ടായിരുന്ന ഓപ്ഷൻസ് ബിരിയാണി മാത്രമായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ ബിരിയാണിന്നും പീസ് എടുത്തു. പക്ഷെ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് ലോഡ് ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് മനസമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ആളും ഡിസ്റ്റർബ്ഡ് ആവും, നമ്മളെ മര്യാദയ്ക്ക് കഴിക്കാനും സമ്മതിക്കുകയില്ല, ആകപ്പാടെ ബഹളവും. അപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനെ ഒന്ന് കഴിച്ച് ഒരു ഫോണും കൊടുത്ത് അവിടെ ഇരിക്കുകയാണ്. ആൾക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇച്ചിരി സ്പൈസി ആയിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആൾക്കങ്ങ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവിടുത്തെ ഗുലാബ് ജാമുൻ ആൻഡ് ഐസ്ക്രീം ആൻഡ് പായസമായിരുന്നു. പായസം വാസ് വെരി സ്വീറ്റ്. അതുകൊണ്ട് അത് വലിയ അങ്ങ് താല്പര്യ കക്ഷി കാണിച്ചില്ലെങ്കിലും പക്ഷെ ആള് കുറച്ച് ചോറും കുറച്ച് ഐസ്ക്രീമും കഴിച്ച് ആളുടെ കാര്യം ആള് ഉഷാറാക്കി. ഞാൻ പോയി എന്റെ പ്ലേറ്റ് എടുത്തിട്ട് വന്നു. അത് ഫിഷ് ഉണ്ടായിരുന്നു, ചിക്കൻ ആണോ ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ മട്ടൺ ഉണ്ടായിരുന്നു. ഇതെല്ലാം കല്യാണ ബിരിയാണിയാണ്. അപ്പം റൈസ് എല്ലാത്തിന്റെയും സെയിം ആണ്, പിന്നെ മീറ്റ് മാത്രം ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അവിടെ എല്ലാം ഒരു ഗൂഢാലോചനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിരുന്ന് സംസാരിച്ചു, ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് വന്നൊന്ന് കഴിക്കാനായിട്ട്. വ്ളോഗ് കാണുമ്പോൾ താല്പര്യ കക്ഷികളല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും എല്ലാരും കട്ട സപ്പോർട്ടാണ് ഗൈസ്. അവർക്ക് ക്യാമറ ഫ്രണ്ടിൽ വരുമ്പോൾ കുറച്ച് ഷൈ ഉണ്ടെങ്കിലും ഒരു മടിയില്ല അവർക്ക് ഇരുന്ന് തരാനും. അമ്മയ്ക്ക് ഇച്ചിരി മടിയുണ്ട്. ആളുടെ കൈ കണ്ടു ഗൈസ്, ആൾക്ക് ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും പുറത്ത് പോകണമെങ്കിൽ എൻ്റെ അമ്മ അവിടെ ഉണ്ടാവും. കാരണം ഔട്ടിങ്ങിന് പോകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
ഫുഡ് നല്ലതായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ മോശം പറയാനായിട്ട് മാത്രമൊന്നുമില്ല. എനിക്ക് പായസം മാത്രം ഇച്ചിരി മധുരം കൂടിപ്പോയെന്ന് എനിക്ക് തോന്നി. ബാക്കി അല്ലാണ്ട് വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യാം. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞങ്ങളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ AC വർക്ക് ചെയ്യുന്നത് ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് ഡപ്പനൊക്കെ ആണെങ്കിൽ വേർപ്പ് തുടച്ചും മടുത്ത്. പക്ഷെ ഫുഡ് നമ്മുടെ ബിരിയാണി നല്ലതായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. മോശം പറയാനുള്ള കാര്യങ്ങൾ മോശം എന്ന് തന്നെ പറയും, നല്ല കാര്യങ്ങൾ നമുക്ക് നല്ലതെന്ന് തന്നെ പറയാം. അപ്പോൾ ബാക്കി അത്രേ ഉള്ളൂ. എൻ്റെ ഒരു കഷ്ടപ്പാട് ഗൈസ്. എൻ്റെ ഒന്ന് എടുത്താ എന്നെ കാണുന്നുണ്ടോ? പത്രം മതി. ആ ഫേസിൽ ഒരു പുച്ച ചിരിപ്പ്, ഒരു ഉപദേശമൊക്കെ കേട്ട് ടയേർഡായിട്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഗൈസ്. കണ്ടോ ഫുള്ള് ഇട്ട് കേട്ടോ കാട്ടാ. ഭയങ്കര മധുരം. എല്ലാവരും വട്ടത്തി എടുക്കും. അങ്ങനെ എടുക്കല്ലേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഹാപ്പി ഫേസസ് കണ്ടോ ഗൈസ്. ഒരു ബിരിയാണി കുറേ നാളുകൾക്ക് ശേഷം കഴിച്ചതിൻ്റെ ആ ഹാപ്പി ഫേസ് ആണ്. അപ്പോൾ ആസ് ഓൾവേസ് അപ്പൻ്റെ കൂടുതൽ സപ്പോർട്ടിന് കോമഡിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാൻ കൗണ്ടർ വരെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ജാക്ക് ആൻഡ് റോസ് കളിക്കുകയായിരുന്നു. എന്താ ചെയ്യുക, വയസ്സാം കാലത്ത് ഓരോരുത്തരുടെ ഓരോരോ ആഗ്രഹങ്ങളെ. എൻ്റെ അപ്പനും അമ്മയും ചുമ്മാ പൊളിയാണ് കേട്ടോ ഗൈസ്. അവരുടെ ആ വൈബ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ദാറ്റ് വി ഓൾ ലേൺ ഫ്രം ദാറ്റ്. എന്തായാലും ആണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കുറെ ഫ്രഷ് ഫിഷസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ താഴെ അവർക്ക് എല്ലാ കാർട്ടിന്റെ ഫെസിലിറ്റീസും ഉണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ള ഫിഷ് ചൂസ് ചെയ്തിട്ട് ഗ്രില്ലോ കറിയോ എന്തെങ്കിലും വെച്ച് കഴിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പൂപ്പനൊരാഗ്രഹം, ഈനുക്കുട്ടൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത്. അപ്പൂപ്പനാണെങ്കിൽ അവിടെ പോയി കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് ഓടും. അങ്ങനത്തെ സ്വഭാവമാണ് ഈനുക്കുട്ടൻ്റെത്. അപ്പം കുറെ ശ്രമിച്ചു, എന്നാലും എൻ്റെ കുട്ടിയല്ലേ, നെവർ ലിസൺസ്. അവൻ്റെ അപ്പു പഠിച്ച പടി 18 നോക്കിയിട്ടും എൻ്റെ ഈനുകൂട്ടൻ ഒരു ഫോട്ടോയ്ക്ക് നിന്ന് തരുമെന്ന് ആരും പ്രതീക്ഷിക്കണം. അവൻ അവിടെ ഒരു ചേട്ടനെ കിട്ടിയപ്പോൾ ആ ചേട്ടൻ്റെ പുറകെ ചേട്ടാ എന്ന് വിളിച്ചു പോയി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് കാണിച്ചതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഓവറോൾ വ്യൂ. നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ അപ്പനും കൂടണം, അപ്പനെയും കൂട്ടി. പിന്നെ അമ്മയും വന്നു, അമ്മയും കൂട്ടി. ആ സമയത്ത് ഈനുകൂട്ടനെ കാണുന്നില്ല, അവൻ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടേക്ക് കെയർ, ബൈ.